ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ അൻഷൂസ് റൈഡ്സ്. നമ്മളിപ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. ഈ വീഡിയോയുടെ പാർട്ട് 1 ചാനലിലുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണേ. ഇത് 150 മീറ്റേഴ്സ് ഹൈ ആണ്. ഇതിന് 48 ഫ്ലോർസ് ഉണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അവർ സെറ്റ് ചെയ്തിരിപ്പുണ്ട്. ഈ ആൻറ്റി ബ്രിഡ്ജിൽ കിടന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു. അത് ഞങ്ങൾ കണ്ടപ്പോൾ ആൻറ്റി ഭയങ്കരമായിട്ട് കിടന്ന് ചിരിക്കുന്നു. നമ്മൾ പാർട്ട് 1 കണ്ട ഫൗണ്ടെയിനാണ് അടി കാണുന്നത്. ഞാൻ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട സന്തോഷത്തിൽ തേരാപ്പാര നടക്കുകയാണ്. ഇവർ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അമീന് ഭയങ്കര പേടിയാണ്. അമീൻ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ അമീൻ ഇങ്ങനെയാണ് നടക്കുന്നത്. പതുക്കെ കാലിങ്ങനെ വെച്ചിട്ടാണ് അമീൻ നടക്കുന്നത്. ഞങ്ങളിവിടെ ഒരു അങ്കിൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഇതുവഴി അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് ദുബായ് ആണ്. ഇനി അപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ദുബായ് ആണ്. എന്ത് രസമാണ് കാറുകൾ പോകുന്നത് കാണാനെന്ന് നോക്കിയേ ഗൈസ്. ഇവിടെ ഒരു ചെറിയ സ്വീറ്റ് ഷോപ്പ് സെറ്റ് ചെയ്തിരിപ്പുണ്ട്. അമീനെ അപേക്ഷിച്ച് അവൻ നല്ല കൂളായിട്ടില്ലേ കൂടെ നടന്നു പോവുകയാണ്. ആള് സ്ക്രീൻ ഇങ്ങനെ വൈറ്റ് ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിക്കുമെങ്കിലും അല്ലാതെ കുഴപ്പമില്ല. ഈ സ്റ്റാഫ് തന്നെ ഞങ്ങളുടെ മൊബൈലിൽ ഫോട്ടോ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങൾ നിൽക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് ന്യൂ ദുബായിയുടെ ഇവിടെ നിന്നുള്ള ലുക്ക്. എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ ഗൈസ്. ഇതാണ് ന്യൂ ദുബായിയുടെ ഫുൾ വ്യൂ. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഗൈസ്. അബു അമീനൊക്കെ കളിക്കുന്ന ഒരു സെൽഫി എടുക്കുന്ന സ്ക്രീനിലാണ്. ഈ മിഷൻ കണ്ടോ ഗൈസ്. ഇതിനകത്ത് 10 ദിർഹംസ് ഇട്ടിട്ട് കറക്കി കഴിഞ്ഞാൽ നമുക്ക് ദുബായ് ഫ്രെയിമിൻ്റെ പടമുള്ള കുറച്ച് കോയിൻസ് കിട്ടും. ഈ കോയിൻസിനെല്ലാം ഓരോ ഷേപ്പാണ്. ഇത് ഫുള്ള് കോയിൻസ് ആണ്. ഇതിനകത്ത് 4 ടൈപ്പ് കോയിൻസ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് കറക്കി കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ കിട്ടും. അമീൻ്റെ പേടി മാറ്റാൻ വേണ്ടി ഞാൻ അമീനെ എടുത്തിട്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിൽക്കുകയാണ്. പക്ഷെ അമീൻ താഴോട്ട് ഇറങ്ങുന്നില്ല. അവൻ എന്നെ അള്ളി പിടിച്ച് കയറിയിരിക്കുകയാണ്. അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ താഴോട്ട് പോവുകയാണ്. ഞങ്ങൾ ഇറങ്ങിയ വേറെ ഒരു എക്സിറ്റ് വഴിയാണ്. എന്തൊരു അടിപൊളിയാണെന്ന് നോക്കിയേ ഗൈസ്. പർപ്പിളും ഡാർക്ക് ബ്ലൂവും ലൈറ്റാണ് ഇതിനകത്ത് മെയിന്. എന്നിട്ട് ഇവിടുത്തെ വാളിൻ്റെയൊക്കെ ഷേപ്പ് കണ്ടോ ഗൈസ്. എന്തൊരു അടിപൊളിയാന്ന് നോക്കിയേ. ഞങ്ങൾ പിന്നെത്തിയ ഒരു വലിയ സ്ക്രീനിൻ്റെ അടുത്താണ്. ദുബായിയുടെ പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ സ്ക്രീനിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കുറേ ഉണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇനി ദുബായിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ പ്രോജക്ട്സിൻ്റെയൊക്കെയാണ് ഈ കാണിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ അടുത്ത ഏരിയയിലേക്ക് എത്തി. ഇവിടെ ഷോപ്സ് ഒക്കെ ഉണ്ട്. ഈ സ്ക്രീനിലെ ബോളുകൾ ഞങ്ങൾ ടച്ച് ചെയ്ത് കുറേ നേരം കളിച്ചു. ഇത് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക് പോവുകയാണ്. ഞാൻ മേളിലൊരു സെൽഫി എടുക്കുന്ന സ്ക്രീൻ കാണിച്ചില്ലേ ഗൈസ്. ആ സ്ക്രീനിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഇവിടെ വരും. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുക്കാം.
ഇതാണ് ഇവിടുത്തെ ഷോപ്സ്. ഇതിനകത്ത് ദുബായ് ഫ്രെയിമിൻ്റെ മോഡലിലുള്ള കുറേ സാധനങ്ങളുണ്ട്. ഈ പെന്നിൻ്റെ മേളിൽ ദുബായ് ഫ്രെയിമിൻ്റെ ഈ ഫ്രെയിം, ഇതിനകത്ത് നമുക്ക് ചെറിയ ഫോട്ടോസൊക്കെ ഇടാം. ഈ ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഒരു പിക്ചർ ഇടാം. പിന്നെ ആ ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ നെക്ലസ് ഒക്കെ. ഇവിടുത്തെ ഫുൾ ഐറ്റവും ദുബായ് ഫ്രെയിമിനെ സംബന്ധിച്ചുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ദുബായ് ഫ്രെയിമിൻ്റെ അടുത്ത് ചെന്നാലേ ഇതിൻ്റെ ഒറിജിനൽ വലിപ്പമൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഗൈസ്, വേൾഡ് ലാർജസ്റ്റ് ഫ്രെയിമാണ് ദുബായ് ഫ്രെയിം. നിങ്ങൾ ദുബായിലുള്ളവരാണെങ്കിൽ ഇതിനകത്ത് കയറിയിട്ടുണ്ടാവും. ഇത് നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ദുബായിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണിത്. ഇവിടെ കാണാൻ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊളിക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ.